ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ വന്നുപോകുന്ന കോതമംഗലം മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാകുന്നു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രോഗവ്യാപന സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഭക്ഷണ സാധനങ്ങൾ അടക്കം വിൽക്കുന്ന മാർക്കറ്റ് വൃത്തിഹീനമായി തുടരുന്നത്. കോതമംഗലം പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായാണ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. നിരവധി ആളുകൾ നിത്യേന വന്നുപോകുന്നിടമായിട്ട് കൂടി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ അധികാരികൾ വേണ്ടത്ര ഗൗരവം കാണിക്കുന്നില്ലെന്ന പരാതി ശക്തമാണ്. മഴക്കാലം കൂടി വന്നതോടെ സ്ഥിതി കൂടുതൽ മോശമായി. നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരാഴ്ചയോളം മുമ്പ് ഇതിനെതിരെ നമ്മൾ ഇവിടെ ഒരു പ്രതിഷേധ സമരം നടത്തിയതായിരുന്നു. മുനിസിപ്പാലിറ്റിയിൽ ചെന്ന് അതിന് പരാതിയൊക്കെ കൊടുത്തു. അതിന് ഒരു നടപടി ഉണ്ടായില്ല. ഇവിടെ ഈ പരിസരമൊക്കെ വളരെ വൃത്തികേടായി കിടക്കുകയാണ്. കൊതുകുകളുടെ ഒരു കൂമ്പാരം തന്നെയാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ ടോയ്ലറ്റ് ഇതിൽ ബാക്കി കാണുന്ന ഈ ടോയ്ലറ്റ് ഉണ്ട്, അത് ഇവിടെ 2-3 വർഷം മുമ്പ് ഡെങ്കിപ്പനി ബാധിച്ച് അതിന് പകരം ഇവിടെ നിർമ്മിച്ചതാണ് ഉപയോഗിക്കാനായിട്ട്. പക്ഷെ അത് ഉപയോഗശൂന്യമായതിനാൽ തൊഴിലാളികളും അതുപോലെയുള്ള വരുന്നവരെല്ലാവരും ഇങ്ങനെ മലമൂത്ര വിസർജനം ഇങ്ങനെ പൊതുസ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒരു പരിഹാരവും കാണാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. ഭക്ഷ്യസാധനങ്ങൾ വിൽക്കുന്ന മാർക്കറ്റിൽ ഭക്ഷ്യസുരക്ഷയുമില്ല, അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. സമീപത്തായി സ്ഥിതി ചെയ്യുന്ന സർക്കാർ സ്കൂളും ആശുപത്രിയും ബസ് സ്റ്റാൻഡും റവന്യൂ ടവറുമെല്ലാം മാലിന്യ പ്രശ്നത്തിലാണ്. ഈ മാർക്കറ്റിന്റെ ഈ നടുഭാഗത്ത് ഒരു വശത്ത് സ്കൂള്, മറ്റൊരു വശത്ത് വെസൂലി ഹോസ്പിറ്റൽ, ഇവിടെ റവന്യൂ ടവർ, അതുപോലെ തന്നെ അതിന്റെ പിറകിൽ മുനിസിപ്പൽ ഓഫീസ്, തൊട്ട് വലതുവശത്തായിട്ട് ഇതിന്റെ മാർക്കറ്റാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തിന്റെ ഈ പിന്നാമ്പുറത്ത് കാണുന്ന ഒരു ടോയ്ലറ്റ് നിർമ്മിച്ചിട്ട് ഏറെ നാളുകളായില്ല. ഉപയോഗപ്രദമായിരുന്ന ആ ടോയ്ലറ്റ് ഇന്ന് നാളുകളേറെയായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ആം ആദ്മി പ്രവർത്തകർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വലിയൊരു പ്രതിഷേധ പ്രകടനം ഇതിന് മുൻപിൽ നടത്തുകയും അധികാരികൾക്ക് ഇതിനു വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുകയും അവിടെ ചെന്ന് കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഹെൽത്തിൽ നിന്ന് ആള് വന്ന് ഇത് നോക്കുകയും ചെയ്തു. എന്നാൽ നാളിതുവരെയായിട്ടും ഇത് പരിഹരിക്കുവാൻ, ഇതിനൊരു ശാശ്വതമായി പരിഹാരം കാണുവാൻ ഇതിന് അധികാരികൾ ശ്രമിച്ചിട്ടില്ല എന്നതാണ് നഗ്നമായ ഒരു യാഥാർത്ഥ്യം. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കോതമംഗലം മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരിയായ ബോസ് പറഞ്ഞു. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുകയും കൊതുകുകളും കൂത്താടികളും വളരെയേറെ ചുറ്റുപാട് വളർന്ന് പന്തലിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇവിടുത്തെ അധികാരികൾ മനസ്സിലാക്കുന്നില്ല. പലതവണ കംപ്ലൈൻറ്റുകൾ കൊടുത്തതായിട്ടും അവരിവിടെ വന്ന് നോക്കിയതായിട്ടുമാണ് ഞാൻ അറിഞ്ഞത്. അതുപോലെ ഇതിൻ്റെ പരിസരത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ട്, അത് ഇവിടുത്തെ മാർക്കറ്റിലുള്ള ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതും കണ്ടമാനം മലിനമായി കിടക്കുകയാണ്. മലിനജലം കെട്ടിക്കിടന്ന് മാർക്കറ്റിലേക്ക് ഒഴുകുകയും മാസങ്ങളായി ടോയ്ലറ്റ് പ്രവർത്തനരഹിതമാവുകയും ചെയ്തിട്ട് അധികൃതർ നടപടിയെടുക്കാത്തതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, കൊച്ചി.